ചിലപ്പോൾ ചിലർ സോഷ്യൽ മീഡിയകളിൽ വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ മീഡിയകളിലൊക്കെ സജീവമായി നല്ല നല്ല കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അപ്രത്യക്ഷപ്പെടും. എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ അവർ പറയും, ആരും ഞാനിട്ട പോസ്റ്റ് വായിക്കുന്നില്ല, തീരെ ലൈക്ക് ലഭിച്ചിട്ടില്ല, ആരും ഷെയർ ചെയ്യുന്നില്ല. ഇതൊക്കെ ആയിരിക്കും അവരുടെ പ്രതികരണം. അത്തരക്കാരോട് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമായ അദ്കാറിൽ പറയുകയാണ്, വഅൻ ദിന്നൂനിൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി റഹിമഹുല്ലാ ഖാല, ദിന്നൂനുൽ മിസ്രി പറയുന്നു, സലാസുൻ മിൻ അലാമാത്തിൽ ഇഖ്ലാസ്, 3 കാര്യങ്ങൾ അത് ഇഖ്ലാസ് ഉണ്ട്, ആത്മാർത്ഥത ഉണ്ട് എന്ന് അറിയിക്കുന്നതിൻ്റെ അടയാളങ്ങളാണ്. ഏതൊക്കെയാണത്? 1 ഇസ്തിവാ ഉൽ മദ്ഹി വദ്ദമ്മി മിനൽ ആമ്മത്തി, സാധാരണക്കാരിൽ നിന്ന് അതല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിൽ നിന്ന് സ്തുതി ലഭിക്കുക, അതല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക, ഇത് രണ്ടും സമമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ നല്ല കാര്യത്തെക്കുറിച്ച് ജനങ്ങൾ എന്തു പറയുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ വിഷയമായിരിക്കില്ല. രണ്ടാമത്തത് വനിസിയാനു റുഇയത്തിൽ അഅ്മാലി ഫിൽ അഅ്മാൽ, തൻ്റെ പ്രവർത്തനത്തെ ഒരു വലിയ പ്രവർത്തനമായി കാണാതെ അതിനെ നല്ല കാര്യം ചെയ്യും, പിന്നെ അത് മനസ്സിൽ ഏറ്റു നടന്ന് ഞാൻ വലിയ ആൾ, ഞാൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന രൂപത്തിൽ അദ്ദേഹം അതിനെ ഓർത്തുകൊണ്ട് നടക്കൂല, മറിച്ച് അത് അപ്പം തന്നെ മറന്നിരിക്കും. മൂന്നാമതായിട്ട് വഖ്തിളാഉ സവാബിൽ അമലി ഫിൽ ആഖിറ, അപ്പോൾ മറന്നിരിക്കുമെന്ന് പറഞ്ഞാൽ തൻ്റെ പ്രവർത്തനത്തിൻ്റെ വണ്ണം അദ്ദേഹം നോക്കിയിരിക്കൂല, അത് മറന്നിരിക്കും. അതേസമയം ചെയ്ത പ്രവർത്തനത്തിൻ്റെ കൂലി ആഖിറത്തിൽ അദ്ദേഹം പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നാം ഇടുന്ന പോസ്റ്റുകൾ അതിന് എത്ര ലൈക്ക് ലഭിച്ചു, എത്ര ഷെയറിങ് ഉണ്ടായി എന്ന് നോക്കിയിട്ടല്ല നാം അമൽ ചെയ്യേണ്ടത്, മറിച്ച് ചെയ്ത പ്രവർത്തനം ഖൈറാണെങ്കിൽ അതിന് അല്ലാഹു തആല കൂലി നൽകിയിരിക്കും.